നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകം കൊറോണ ഭീതിയുടെ നിഴലിൽ നിൽക്കുമ്പോഴും ദുരൂഹതകൾ നിറഞ്ഞ കിമ്മിന്റെ ആരോഗ്യസ്ഥിതികളെ കുറിച്ചുള്ള വാർത്തകളും ഏറെ ചർച്ചാ പ്രാധാന്യം നേടുന്നുണ്ട്. തീർച്ചപ്പെടുത്തതിനാൽ തന്നെ ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ ആരോഗ്യസ്ഥിതി ദുരൂഹമായി തന്നെ തുടരുകയാണ്. കിം മരിച്ചുവെന്ന തരത്തിലും ഗുരുതരാവസ്ഥയിലാണെന്നും വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വരികയാണ്. എന്നാൽ ഉത്തര കൊറിയയിലെ തീരനഗരമായ ഹ്വാങ്സാനിലെ റിസോർട്ടിൽ അദ്ദേഹം കഴിയുന്നുണ്ട് എന്നാണ് മറ്റൊരു റിപ്പോർട്ട്. ഇത് തെളിയിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ട്രെയിനിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇവിടെ നിന്നും പുറത്തു വരികയും ചെയ്തിരുന്നു. കിം ജോങ് ഉൻ യാത്ര ചെയ്യാറുള്ളത് ദുരൂഹതയുണർത്തുന്ന പച്ച ട്രെയിനിലാണെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. വിമാനയാത്രകൾ ഭയക്കുകയാണ് അദ്ദേഹം. മുൻ ഉത്തര കൊറിയൻ ഭരണാധികാരികളായിരുന്ന കിമ്മിന്റെ അച്ഛനും മുത്തച്ഛനുമെല്ലാം ട്രെയിനിൽ തന്നെയാണ് ഔദ്യോഗിക യാത്രകൾ നടത്തിയിരുന്നത്. കിം യാത്ര ചെയ്യുന്ന ട്രെയിനിനെ കുറിച്ച് നിരവധി അഭ്യൂഹങ്ങളാണ് ഇതിനോടകം തന്നെ പ്രചരിക്കുന്നത്. അവയെല്ലാം കിമ്മിനെയും ഉത്തര കൊറിയയും പോലെ തന്നെ അമ്പരപ്പിക്കുന്നത് തന്നെ. കിം സഞ്ചരിക്കാറുള്ള ട്രെയിനിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ്. കിമ്മിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ലോകത്തിനു മുന്നിൽ വെളിച്ചം വീശാനുള്ള ഒരു തെളിവ് ഈ ട്രെയിനാണ്. കിം കുടുംബം ഔദ്യോഗിക ആവശ്യങ്ങൾക്കെല്ലാം ട്രെയിനിലാണ് യാത്ര ചെയ്യാറുള്ളത്. കിമ്മിന്റെ ചെറിയ യാത്രകൾക്കായുള്ള മെഴ്സിഡസ് കാർ ഇതിനുള്ളിലാവും സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സ്വകാര്യ മൊബൈൽ ടോയ്ലറ്റ് വഹിച്ചുകൊണ്ടുള്ള മറ്റൊരു വാഹനവും ട്രെയിനിന്റെ അകത്ത് തന്നെയാണ്. അതിനൂതന സൗകര്യങ്ങളെല്ലാം കിമ്മിന്റെ ട്രെയിനിലുണ്ട്. മൃഗത്തോൽ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ലെതർ സോഫകളോടുകൂടിയ ലോഞ്ചുകളാണ് ട്രെയിനിലുള്ളത്. ആധുനിക രീതിയിലുള്ള കോൺഫറൻസ് റൂമും ഇതിൽ തന്നെയുണ്ട്. സാറ്റലൈറ്റ് ടിവിയും ട്രെയിനകത്ത് തന്നെ സ്ഥിതി ചെയ്യുകയാണ്. ലേഡി കണ്ടക്ടർമാരാണ് ട്രെയിനിലുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത്. കിമ്മിന്റെ പ്രത്യേക സംഘത്തിലുള്ള സ്ത്രീകളിൽ ഉയർന്ന റാങ്കിലുള്ളവർക്കാണ് നിയന്ത്രണം. ഉത്തര കൊറിയയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കുമുള്ള യാത്രയ്ക്ക് ഈ ട്രെയിൻ തന്നെയാണ് കിം ഉപയോഗിച്ചു വരുന്നത്. കന്യകകളായ ഒരു കൂട്ടം പെൺകുട്ടികൾ കിമ്മിനെ സന്തോഷിപ്പിക്കാനായി ട്രെയിനിൽ തന്നെ ഉണ്ടാവും. ഇവരെ പ്രത്യേക രീതിയിലാണ് തെരഞ്ഞെടുക്കുന്നത്. കന്യകകളാണോ എന്ന് ഡോക്ടർമാർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ സംഘത്തിൽ എടുക്കുകയുള്ളൂ. ഗിപ്പൻ ജോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഘത്തിൽ എത്തുന്ന സ്ത്രീകൾക്ക് വൻതുകയാണ് പ്രതിഫലമായി നൽകുന്നത്. 1400 പൗണ്ട്, അതായത് ഏകദേശം 1,30,000 രൂപ ആദ്യം തന്നെ പ്രതിഫലമായി ഇവർക്ക് ലഭ്യമാകും. അമിതമായി മദ്യവും മാംസഭക്ഷണവും കഴിക്കുന്നയാൾ കൂടിയാണ് കിം ജോങ് ഉൻ എന്നാണ് പല റിപ്പോർട്ടുകളും വെളിപ്പെടുത്തിയിട്ടുള്ളത്. സ്വിറ്റ്സർലാൻഡിൽ വിദ്യാഭ്യാസം നടത്തിയ കിമ്മിന് സ്വിസ് ചീസ് ഏറെ പ്രിയപ്പെട്ടതാണ്. വില കൂടിയ ഹെന്നൻസി കൊന്യാക്കും ഷാംപെയിനുകളും ഈ ട്രെയിനിൽ തന്നെയുണ്ട്. വീഞ്ഞും മദ്യവും ഒക്കെ ഒഴുകുന്ന കരോക്കെ പാർട്ടികളും ഈ ട്രെയിനിനുള്ളിലാണ് നടക്കാറുള്ളത്. കൊഞ്ചും പോർക്കും എല്ലാം അടങ്ങിയ മാംസാഹാരവും എപ്പോഴും ട്രെയിനിൽ തന്നെ ഉണ്ടാവും അത്രേ. വളരെ കുറഞ്ഞ വേഗതയിലാണ് ഈ ട്രെയിൻ എപ്പോഴും സഞ്ചരിക്കുകയെന്നതും മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഇത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ തന്നെയും കിമ്മിന്റെ ആരോഗ്യസ്ഥിതി ദുരൂഹമായി തന്നെ തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.